ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വൈകുന്നേരത്തെ ഒരു ചായ പലഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ചക്കയാണ്. പഴുത്ത ചക്കയാണ് ഉപയോഗിക്കാറ്. ഞാൻ പച്ച ചക്ക കൊണ്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. പിന്നെ വേണ്ടത് 4 ശർക്കരയാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 4 എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പത്തിരിപ്പൊടി, അതും നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇത്തിരി നെയ്യാണ്. പിന്നെ ഏലക്കായ ഉപയോഗിക്കുന്നുണ്ട്, ഒരു 3-4 നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച്. ഇത്രയും 4 ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചക്ക നന്നായിട്ട് കഴുകി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് അരച്ചൊന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമതൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു തിൻ രൂപത്തിൽ വരും. എന്നാലും ചെറിയൊരു കഷ്ണം പീസൊക്കെ അതിൽ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചെറിയൊരു ഉരുളിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടായ ശേഷം ഞാൻ നേരിട്ടിട്ടാണ് അതിലേക്ക് ഇടുന്നത്. ഞാൻ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. നെയ്യ് ഫസ്റ്റ് ഇട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുക. പക്ഷേ ഞാൻ നെയ്യ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് അടിച്ച് വെച്ച ചക്കയായിട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലിയറാക്കി ഒന്നൊരു മെൽറ്റായ രീതിയിലാക്കിയതിന് ശേഷം ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് മെൽറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം എളുപ്പത്തിന്. പക്ഷെ ഇങ്ങനെ ചെയ്താലും നല്ലോണം ഉടഞ്ഞ് പോകും. ആ വേവുന്ന രീതിയിൽ പച്ചച്ചക്കയാണല്ലോ. പഴുത്ത ചക്കയാകുമ്പം നമുക്ക് വേവ് കുറഞ്ഞാൽ മതി. ഇത് പച്ചച്ചക്കയാണ്. പിന്നെ ഞാൻ ഒത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടി എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ നമുക്ക് എന്തും ആഡ് ചെയ്യാം. ഒന്ന് നല്ല മെൽറ്റായതിന് ശേഷം ആണ് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തത്. അതിനുശേഷം നല്ലോണം ഞാൻ ഇളക്കി കൊടുത്തു. ഒന്ന് തിക്കാണ് രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രൗണിഷ് കളറിൽ വരും കേട്ടോ. നമ്മൾ സാധാരണ ചക്ക ആക്കുന്ന പോലെ തന്നെ പഴുത്ത ചക്കേൻ്റെ അതേപോലെ തന്നെ സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് ഒന്നുകൂടി നല്ലോണം മെൽറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ കൈ വയ്ക്കാതെ നമ്മൾ ഇളക്കണം. അങ്ങനെ ഇളക്കി നമുക്ക് തവീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം. അങ്ങനെ എടുത്ത് ഒന്ന് ചൂടാറി ഒരു പകുതി ചൂടിൽ നമ്മൾക്ക് അത് എടുത്ത് നമുക്കത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരിത്തിരി കൂടി നെയ്യും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഏലക്കപ്പൊടിയും ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പ്ലായിലാണ്. പക്ഷേ ഈ കറാമ്പട്ടേൻ്റെ ഇല അയനയില എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന പ്ലായിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല, പ്ലാവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്ലായിലൊരു കുമ്പിൾ രൂപത്തിലാക്കിയിട്ട് ആണ് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കയുടെ മിശ്രിതം, അരിപ്പൊടിയും ചക്കയും നെയ്യും ഏലക്കായും എല്ലാം കൂടിയിട്ടുള്ള മിശ്രിതം അതിലേക്ക് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ തേങ്ങക്കൊത്ത് ഉപയോഗിക്കാം, തേങ്ങ ചിരകിയിട്ട് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പം അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയ എൻ്റെ അടുത്തുള്ളതിനനുസരിച്ചിട്ടാണ് ഞാൻ ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ തവി കൊണ്ട് എനിക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമതൊരു സ്പൂൺ വെച്ച് അതിലേക്ക് ഇട്ട് കുമ്പിളിലാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് ആവിക്ക് വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഇത്തിരി വെള്ളം വെച്ച് തട്ട് വെച്ച് ഒന്ന് ആവി ചൂടായി വരുമ്പം ഞാൻ ഓരോന്നായിട്ട് ഈ ഐറ്റംസിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കാം. അപ്പം എല്ലാം സെറ്റാക്കി വെച്ച് ഒന്ന് ആവി കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത്, 5 മിനിറ്റ് തന്നെ മതി. കാരണം ഓൾറെഡി പകുതി കുക്കഡ് ആയതാണ്. കണ്ടോ, ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അങ്ങനെ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ചക്ക വരട്ടിയതാണ്. ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നെയ്യും ശർക്കരയും കൂട്ടിയിട്ട് നല്ലോണം വഴറ്റി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. സംഭവം കാണുന്ന പോലെ തന്നെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൈകുന്നേരം എല്ലാവരും എന്തെങ്കിലും കഴിക്കണം എന്ന് ചോദിച്ച് നിൽക്കുമ്പം ചക്ക സീസണാണ്, കഴിയാനായി. അപ്പോൾ കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ.
നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യ സാധനങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ, അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവം എങ്ങനെയാണ്, നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.